അടുത്തത് ഇഞ്ചിമുളി ഉണ്ടാക്കാം. അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു. അതാ കടുകിടാൻ പോണു. മുളകും വേപ്പിലും ഇതൊന്ന് മൂത്താൽ പച്ചമുളകും ഇടുക. ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് താളിച്ചതിന് ശേഷം വറ്റൽമുളകും വേപ്പിലയും ഇട്ടിട്ട് അതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞിട്ട് അത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കും. നന്നായി വാടിയാൽ മതി, ചോക്കൊന്നും വേണ്ട. ഇത് പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ഒഴിക്കുക. ഇനി 200 ഗ്രാം പുളി കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഉപ്പ് പാകത്തിന്. ഇതൊന്ന് നല്ലോണം തിളച്ചതിന് ശേഷം ഇനി ഇളക്കാൻ പാടുള്ളൂ. പുളി കുറച്ച് വറ്റിയതിന് ശേഷം നമുക്ക് ശർക്കര ഇടാതിൽ. ഞാനിപ്പോൾ 2 അച്ച് ശർക്കരയാണ് ഇടണം, വലിയ അച്ചായതുകൊണ്ട്. ഇത്ര ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ വറ്റി ഇത്രയായപ്പോഴാണ് നമ്മൾ ശർക്കര ഇട്ടത്. ഇനി നല്ലോണം വറ്റിച്ചെടുക്കുക. കൂടുതലും മധുരം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇനി വേണമെങ്കിൽ ശർക്കര ഇടാം. മീഡിയം തീയിലാണ് ഞങ്ങളിതെല്ലാം ചെയ്യണത്. ഇത് ഈ പരുവായി. ഇനി ഇരുന്ന് ചൂടാറിയ ഇത്തിരി കൂടി കട്ടയാവും. അപ്പോൾ ഈ പാകത്തിൽ നമുക്ക് ഇറക്കാം. റെഡിയായി. ഇതിലിനി താളിക്കൊന്നും വേണ്ട, അതൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇഞ്ചിമ്പുളി പാകമായി. ഈ പരുവത്തിൽ നമ്മളിനി ഇത് ഓഫാക്കണം ഗ്യാസ്. ഇനി അതിരുന്ന് കട്ടയായിക്കോളും ഒന്നുകൂടി. അങ്ങനെ നല്ല അടിപൊളി ഇഞ്ചിമുളി അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല മധുരവും അത്യാവശ്യത്തിന് എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല ഉഗ്ര ഇഞ്ചിമുളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.